ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. കഴിഞ്ഞ ദിവസം നമ്മളൊരു ഷോർട്സ് പോസ്റ്റ് ചെയ്തിരുന്നു, ഒരു പാലക്ക ചോക്കർ സെറ്റ് എങ്ങനെ മേക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓണത്തിന് നമുക്ക് സ്വന്തമായിട്ട് തന്നെ മേക്ക് ചെയ്തിട്ട് നെക്ലേസ് കാണിക്കാം. അപ്പോൾ ഇതാണ് നെക്ലേസിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് റെഡ് നെക്ലേസ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് മേക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ വേണ്ടത് പാലക്ക പെൻഡൻ്റ് ആണ്. നമുക്കിഷ്ടമുള്ള വലുപ്പത്തിന് എടുക്കാം കേട്ടോ. ഞാനിവിടെ ചെറുതാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് ഗിയർ വയറാണ്. നമ്മൾ ഈ പെൻസിൻ്റെ കോർക്കാനുള്ള ഗിയർ വയർ. പിന്നെ ഗോൾഡൻ ബീഡ്സ് ആണ് വേണ്ടത്. ഇത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് സ്റ്റോപ്പറാണ്. ഓരോ പെൻഡറ്റ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ സ്റ്റോപ്പേഴ്സ് വെച്ചിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. അടുത്തത് കൊളുത്താണ് ആവശ്യമായിട്ടുള്ളത്. പിന്നെ ലോക്ക് ചെയ്യാനുള്ള ടൂളും കൂടെ ഉണ്ട്. ടൂളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയിൽ കട്ടർ വെച്ചിട്ട് ലോക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു പാലക്ക ചോക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 മീറ്റർ ഗിയർ വയറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 മീറ്ററിൽ നമുക്ക് ബാലൻസ് വരും. കഴുത്തിൻ്റെ വണ്ണം അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നത്. 2 പാർട്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഗിയർ വയറിൻ്റെ എൻഡിലായിട്ട് ഫസ്റ്റ് കൊളുത്താണ് വെച്ച് കൊടുക്കുന്നത്. കൊളുത്ത് ലോക്ക് ചെയ്യാനായിട്ട് ഫസ്റ്റ് സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്റ്റോപ്പറും കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ കൊളുത്ത് വയ്ക്കുന്നത്. കൊളുത്തിട്ടതിന് ശേഷം നമ്മൾ ലോക്ക് ചെയ്യാനായിട്ട് ബാലൻസ് ഉള്ള ഗിയർ വയർ വളച്ചു വെച്ചിട്ട് കൊളുത്തിനുള്ളിലൂടെയും നമ്മളിട്ടിരിക്കുന്ന 3 മുത്തുകളിനുള്ളിലൂടെയാണ് കടത്തി വിടുന്നത്. ഇത് ഇപ്പോൾ കടത്തി വിട്ടിട്ടുണ്ട്. അതിൽ 2 സൈഡിലുള്ള സ്റ്റോപ്പേഴ്സും ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ പ്രസ് ചെയ്യുന്ന ടൂൾ വെച്ചിട്ടാണ് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ബാലൻസ് ഉള്ള ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് ചെയ്യണത്. വീഡിയോ കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതിയാവും. ഇപ്പോൾ ലോക്കിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ പെൻഡൻ്റായിട്ടും കോർത്ത് കൊടുക്കാം. ഞാനിവിടെ 7 പാലക്ക പെൻഡൻ്റാണ് എടുത്തിട്ടുള്ളത്. ഓരോ പെൻഡൻറ്റിനും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് 2 ഹോൾസ് കാണാം. ഈ ഹോളിലൂടെയാണ് ഗിയർ വയർ കൊളുത്തി വയ്ക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെയായിട്ട് നമുക്ക് 2 ഗിയർ വയറിലോട്ടും സ്റ്റോപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എവിടെയാണ് സ്റ്റോപ്പേഴ്സ് ലോക്ക് ചെയ്യണമെന്നുണ്ട് വെച്ചെങ്കിൽ നമ്മൾ ടൂൾ വെച്ചിട്ട് ലോക്ക് ചെയ്യാണ് ചെയ്യണത്. ഞാനിവിടെ കൊളുത്തിനെ കുറച്ചും കൂടി നീങ്ങിയിട്ടാണ് ലോക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ പെൻഡൻ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അവിടെ ലോക്ക് ഇട്ടതുകൊണ്ട് തന്നെ ആ ലോക്കിൻ്റെ അപ്പുറം നമ്മുടെ പെൻഡൻ്റ് പോവില്ല. 2 സൈഡും ഇതുപോലെ തന്നെ സ്റ്റോപ്പേഴ്സ് ഇട്ടിട്ട് ആ പെൻഡൻ്റ് ലോക്ക് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യണത്. ഇനി ഏകദേശ അകലം നോക്കിയിട്ട് നമ്മൾ അടുത്ത സ്റ്റോപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ലോക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പെൻഡൻറ്റ് കൊടുക്കുന്നുണ്ട്. ഓരോ പെൻഡൻറ്റിൻ്റെ 2 സൈഡിലായിട്ടും സ്റ്റോപ്പേഴ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം ഓരോ പെൻഡൻറ്റും അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ 2 പെൻഡൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ചോക്കർ ഏകദേശം സെറ്റായി വരുന്നുണ്ട്. ഇതേ രീതിയിൽ ഓരോ പെൻഡൻറ്റും നമ്മൾ ഗിയർ വയറിലോട്ട് കോർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ ലോക്കറ്റ്സും കോർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എൻഡിലായിട്ട് ലോക്ക് ഇടുന്നുണ്ട്. നമ്മുടെ ചോക്കർ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് 4 റൗണ്ട് വരുന്ന ലോക്കാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ കൊളുത്ത് വെച്ച പോലെ തന്നെയാണ് ഇവിടെ ആ ഒരു കണ്ണികളും അറ്റാച്ച് ചെയ്യണത്. ആദ്യം സ്റ്റോപ്പർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഗോൾഡൻ ബീഡ്സ്, പിന്നെ നമ്മുടെ ആ 4-5 അഡ്ജസ്റ്റബിൾ കണ്ണികളാണ് വരുന്നത്. ഇത് ലോക്ക് ചെയ്യണതും സെയിം പാറ്റേണിൽ തന്നെയാണ്. ഈ 3 മുത്തുകളിലൂടെ ഇടയിലൂടെയാണ് നമ്മൾ ഗിയർ വയർ കൊടുക്കുന്നത്. അതിനുശേഷം 2 സ്റ്റോപ്പേഴ്സും പ്രസ് ചെയ്ത് ലോക്ക് ചെയ്യുന്നു. ബാലൻസ് ഉള്ളത് കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ നമ്മുടെ ചോക്കറിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.